എസ്കലേറ്റർ ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് മാസങ്ങളായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ചാനലിലൊക്കെ മധുർമിക സംസാരിച്ചിരുന്നു. അപ്പോൾ സാറിപ്പോൾ ഇത് എസ്കലേറ്റർ ഉപയോഗിക്കാൻ വേണ്ടി വന്നായിരുന്നു അല്ലേ? അപ്പോഴാണ് ഇത് കംപ്ലൈൻ്റ് ആയി കിടക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ എന്താ ഒരു പരിഹാരം, എന്താ നമ്മൾ ചെയ്യാം? ജനങ്ങളിപ്പോൾ ഇങ്ങനെ കുറേ എന്താ പറയുക, ഇതൊക്കെ ഇങ്ങനെ പരാതി പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. പക്ഷേ ഇതിന് അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടിനി അറിയാത്ത ഭാഗം നടിക്കുകയാണെന്ന് അറിയില്ല. എന്തായാലും സാറിന് ഇപ്പോൾ ഭയങ്കര വിഷമായി അല്ലേ, പെട്ടെന്ന് കയറിപ്പോയെ. അപ്പോൾ ഇനിയിപ്പോൾ പോകാൻ ഇത് കോണി വഴി കയറി പോകണം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ. ഇത് നിങ്ങൾ പറഞ്ഞിരുന്നു ഇങ്ങനെ എസ്കലേറ്റർ കംപ്ലൈൻ്റ് ആണെന്ന് എവിടെയും പറഞ്ഞിരുന്നു? ഓ ഓക്കെ, ആ ഒരു റീത്ത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വെച്ചിരുന്നു അല്ലേ? പക്ഷേ ഇത് ഇതുവരെ അധികൃതർ വന്ന് നോക്കിയില്ലാന്ന് തോന്നുന്നു അല്ലേ? കംപ്ലൈൻ്റ് ആയിട്ട് കുറേ ആയല്ലോ അല്ലേ? അപ്പോൾ നടപടിയൊന്നും വരുന്നില്ല. ഓക്കെ, ശരി ശരി. ആയിട്ട് എത്ര കാലമായി ഉണ്ടാവും? അപ്പോൾ നിങ്ങൾ പറഞ്ഞോ എവിടെയെങ്കിലും ഇങ്ങനെ എസ്കലേറ്റർ കംപ്ലൈൻ്റ് ആയെന്ന്? അപ്പോൾ ഇത് പറഞ്ഞെങ്കിലല്ലേ നന്നാക്കുള്ളൂ. ഇത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പൗരന്മാരെന്നുള്ള നമുക്കില്ലേ? അപ്പോൾ ചാനലിലൊക്കെ ഏതോ ഒരു ചാനൽ 1-2 ചാനൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു മാസത്തിലധികമായി തോന്നില്ലേ? ഒരു മാസമല്ല. അപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ ആയാലും ഇപ്പോൾ പ്രായമുള്ളവർക്കും അവശതയുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഇതാക്കിയിട്ടുണ്ട്. സാറ് ഇതിൽ അധികം പോകുന്നതാണ്? അപ്പോൾ എത്രയും പെട്ടെന്ന് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കട്ടെ അല്ലേ? ഉണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കോണി കയറി പോകാൻ പറ്റില്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, ശരി. എസ്കലേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് എത്രയായി? നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഓക്കെ. എസ്കലേറ്റർ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇങ്ങനെ ഇതിലൊക്കെ വന്നിരുന്നു. അപ്പോൾ കുറേ പരാതികളൊക്കെ ഉണ്ടായി. പക്ഷേ ചെറുപ്പക്കാർക്ക് പ്രയാസമല്ല, പക്ഷേ പ്രായമുള്ളവർക്കും ആരോഗ്യപരമായിട്ട് വിഷമമുള്ളവർക്കും ഈ കോണിപ്പടി കയറി പോകാനൊന്നും പറ്റില്ല. കംപ്ലൈൻ്റ് ആയിട്ട് 3 മാസത്തിലധികമായി. രാഷ്ട്രീയ പാർട്ടിയിൽ റീത്ത് വെച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ. കാരണം ഇത് ഡെഡ് ബോഡി മാതിരിയായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിശ്ചലമായല്ലോ. അപ്പോൾ റീത്ത് വെക്കിയേ രക്ഷയുള്ളൂ. നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ ഉടനെ അതിനുള്ള സംവിധാനം ചെയ്യാൻ ഇരിക്കുകയാണ് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ നടപടികളൊന്നും ആയിട്ടില്ല. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നൊരു എസ്കലേറ്ററാണ് ഇതില്ലേ? 10,000-കണക്കിന് ആള് ദിവസവും. പക്ഷേ ഈ ഒരു ഇതിന് മുമ്പ് ഒരു സംവിധാനം ഉണ്ടായിരുന്നു, കുറേ മുമ്പ്, ഒരു നടപ്പാത മാത്രം. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം കറണ്ട് ബില്ല് അടയ്ക്കാനായിട്ട് കമ്പനി പൂട്ടിയാണ്. അങ്ങനെ കുറേ കാലം അടച്ചിട്ട് കഴിഞ്ഞ് പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കാത്ത കാരണം ഈ കമ്പനി ഇത് ഓഫ് ചെയ്തു. ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫാക്കിയിട്ട് 2 മാസത്തോളം കഴിഞ്ഞ വർഷം കിടന്നതാണ്. അത് കഴിഞ്ഞ് കറണ്ട് ബില്ല് അടച്ചു കഴിഞ്ഞാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി അല്ലേ? കമ്പനി ഇവർ അടക്കണം എമൗണ്ട്. ഇപ്പം പിന്നെ കേടായിട്ട് 4 മാസം കഴിഞ്ഞു. ഓ, ഏതായാലും പെട്ടെന്ന് നന്നായി കിട്ടിയാൽ സാറിന് എസ്കലേറ്റർ ഉപയോഗിക്കാം എന്ന് വിചാരിക്കാം. നമുക്ക് പറഞ്ഞാലേ രക്ഷയുള്ളൂ. ഓക്കെ ഓക്കെ. നിങ്ങൾ സ്ഥിരം ഇതിൽ പോകുന്ന എസ്കലേറ്റർ കേടായിട്ട്? അപ്പോൾ ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്താ ഇപ്പോൾ ജനങ്ങൾ എന്നുള്ള നിലക്ക് പൊതുജനങ്ങൾക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നന്നാക്കേണ്ട ഉത്തരവാദിത്വം അധികൃതർക്കാണ്. ബൈപ്പാസ് കഴിഞ്ഞാ? ഓക്കെ. അപ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കയറി പോകാൻ അല്ലേ?
നമുക്ക് എന്തായാലും ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നോക്കാം, ശരിയായി കിട്ടിയിരിക്കും. ഓക്കെ. സാർ ഇതുവഴി എസ്കലേറ്റർ വഴി പോകുന്നയാ? ആ, അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയിട്ട് കുറേ. ആ, ചേച്ചി ഈ എസ്കലേറ്റർ കേടായിട്ട് ഇപ്പോൾ കുറേ ആയി. അപ്പോൾ ചേച്ചി ഇതുവഴി പോകുന്നയാന്നല്ലേ? അപ്പോൾ ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് അധികൃതരെടുത്ത് നമ്മൾ പറഞ്ഞെങ്കിലല്ലേ നന്നാക്കുള്ളൂ അല്ലേ? അപ്പോൾ പലരും പറഞ്ഞു, ചാനലുകളിലൊക്കെ വന്നു, അപ്പോൾ ഇതുവരെ നന്നായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ റീത്ത് വെച്ചു എന്നൊക്കെ പറയുന്നത് കാണുന്നു. അതെ അതെ അതെ, നിങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളവരാ. എവിടെ ജോലിക്ക് പോവാ? മെഡിക്കൽ കോളേജിൽ ജോലിയാണ്. ഓക്കെ, അപ്പോൾ ഇതുവഴിയാണ് പോയിട്ട് പോകേണ്ടത്. വീട് എവിടെയാ? ആ, ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും പെട്ടെന്ന് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ശരി, ഓക്കെ. സാറ് ഈ എസ്കലേറ്റർ ഉപയോഗിച്ചിരുന്ന ആളാണോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇത് കുറേ ആയാലും എങ്ങനെ കിടക്കുന്നത്? അപ്പോൾ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ കോഴിക്കോട് മുഫ്സിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും അതിൻ്റെ എതിർവശത്തേക്ക് കടന്നു പോകാൻ റോഡ് മാർഗ്ഗ തിരക്ക് പിടിച്ച് ഈ ഒരു ട്രാഫിക്കിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ ബുദ്ധിമുട്ടുകൊണ്ട് സ്ഥാപിച്ച എസ്കലേറ്ററാണ്. ഇതിപ്പോൾ കേടായി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ ഒരു നടപടിക്രമം ഉണ്ടായി കാണുന്നില്ല. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവിടെ റീത്തൊക്കെ വെച്ച് അതിന് പ്രതിഷേധം അറിയിച്ചിരുന്നു. നിശ്ചലമായതുകൊണ്ട്, കാരണം ഇതിനൊരു മൂവ്മെൻറ്റ് ഇല്ലാതായിട്ട് എത്രയുമായി. അപ്പോൾ ജനങ്ങളിങ്ങനെ പ്രതികരിക്കുന്നുണ്ടെന്നല്ലാതെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് നന്നായി കിട്ടാൻ എന്തെങ്കിലും നടപടിക്രമം ഉണ്ടാവുകയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ഒരു എസ്കലേറ്റർ ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇതുവഴി കടന്നു പോകുന്നവരാണ്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഈ എസ്കലേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ തയ്യാറാന്നുള്ള കാര്യം? നിങ്ങളൊക്കെ ബുദ്ധിമുട്ട് ഉള്ള ആളാണ് കയറാൻ, സ്റ്റെപ്പ് കയറാൻ. ശരി, നമുക്കൊന്നുകൂടി പറയാം. ഈ വഴി മുഫ്സിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തുള്ള എസ്കലേറ്ററും ആദ്യം ഒരെണ്ണമാണ് കംപ്ലൈൻ്റ് ആയത്, മറുവശത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന എസ്കലേറ്ററും. ഇപ്പോൾ ഇത് രണ്ടും കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. നമ്മൾ നിരവധി തവണ ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചു, നിരവധി ചാനലുകളിലൊക്കെ വന്നു, പ്രതിഷേധങ്ങളൊക്കെ അറിയിച്ചു, എന്നിട്ടും ഇതിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ എസ്കലേറ്റർ उपयोग करते देखा ये 2-3 महीने से ये भी बंद पड़ा है, कुछ भी प्रॉब्लम है। कितने महीने? ये 2-3 महीने हो गया। 3 महीने बंद हो गया। 2-3 महीने से ऐसा ही पड़ा है। अब क्या बताएं इसके बारे में? अभी ये गवर्नमेंट को बोल रहे हैं कि ये ठीक करे, तुरंत ठीक करे। आप इधर की गवर्नमेंट सरकार को बोल रहे हैं। अच्छा, हमें चैनल से बताया। കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ റീത്ത് വെച്ചതായിട്ട് കണ്ടിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ റീത്ത് ഉണ്ടായിരുന്നു. ഏതായാലും
ഈ ഒരു എസ്കലേറ്റർ ഉപയോഗിക്കുന്ന പൊതുജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആയി കിട്ടാൻ വേണ്ടി അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടിക്രമമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൈക്കിൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ്, ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്കും ഷെയറും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇനിയും വരും. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ, സി യു.